നമസ്കാരം. ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ ലൈബ്രറി കൗൺസിൽ താലൂക്ക് തല സർഗോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും. വാഴപ്പള്ളി JB സ്കൂളിലാണ് സർഗോത്സവം സംഘടിപ്പിക്കുന്നത്. മംഗല്യക്കടവ് പാലത്തിന്റെ നിർമ്മാണം ഇന്നും കടലാസിൽ തന്നെ. 7 വർഷം മുൻപ് ഫണ്ട് അനുവദിച്ചെങ്കിലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. വളർന്നുവരുന്ന കുട്ടികളിൽ സാഹിത്യാഭിരുചി വളർത്തുക. പായിപ്പട ഗവൺമെന്റ് UP സ്കൂളിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ AP കുഞ്ഞ ഉദ്ഘാടനം ചെയ്തു. പായിപ്പട പഞ്ചായത്തിൽ തെങ്ങിന് മരുന്ന് തളിക്കൽ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ കലാരാജുവിനെതിരെയുള്ള CPM ആക്രമണം പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ആർട്ട് ഗ്യാലറിയിൽ 4ാമത് എക്സിബിഷന് തുടക്കമായി. വീട്ടൂർ സഹകരണ സംഘം പ്രസിഡന്റ് TK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. KM മാണിയുടെ 92ാം ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ച് ആര്യക്കുഴ കോൺഗ്രസ് M. ആര്യക്കുഴ സ്നേഹഭവനിലാണ് ജന്മദിനം ആചരിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഷിജി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ ലൈബ്രറി കൗൺസിൽ താലൂക്ക് തല സർഗോത്സവത്തിന് ശനിയാഴ്ച രാവിലെ 9-ന് വാഴപ്പള്ളി JB സ്കൂളിൽ തുടക്കമാകും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വീട്ടൂർ എബനേസർ സ്കൂളിലെ കുട്ടികൾ നാടൻപാട്ട് അവതരിപ്പിച്ചായിരിക്കും സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ, മലയാള ഉപന്യാസം, കാർട്ടൂൺ രചന, കഥാരചന തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. താലൂക്കിലെ ലൈബ്രറികളിൽ പ്രവർത്തിക്കുന്ന ബാലവേദിയിലെ UP ഹൈസ്കൂൾ കുട്ടികളാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 7 വർഷം മുൻപ് ഫണ്ട് അനുവദിച്ച മംഗല്യക്കടവ് പാലത്തിന്റെ നിർമ്മാണം ഇന്നും കടലാസിൽ തന്നെ. പായിപ്പട പഞ്ചായത്തിലെ 4ാം വാർഡിനെ വിഭജിക്കുന്ന മുളവൂർ തോടിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 2018, 19, 20 സാമ്പത്തിക വർഷങ്ങളിലായി 65 ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിന് MLA ആയിരുന്ന എൽദോ എബ്രഹാം അനുവദിച്ചത്. എന്നാൽ 2 തവണയായി ഫണ്ട് അനുവദിച്ചതിനാലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നടപടികൾ വീണ്ടും താമസിച്ചു. ഒടുവിൽ 2 മാസം മുൻപ് നടപടിക്രമങ്ങളെല്ലാം പരിഹരിച്ച് ടെൻഡർ നടപടികളിലേക്ക് എത്തിച്ചെങ്കിലും പാലം ഇപ്പോഴും കടലാസിലാണ്. പായിപ്പട ഗവൺമെന്റ് UP സ്കൂളിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല സംഘടിപ്പിച്ചു. വളർന്നു വരുന്ന കുട്ടികളിൽ സാഹിത്യാഭിരുചി വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പായിപ്പട ഗവൺമെന്റ് UP സ്കൂളിൽ വളർന്നുവരുന്ന കുട്ടികളിൽ സാഹിത്യാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല സംഘടിപ്പിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായ AP കുഞ്ഞ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരെയും എഴുത്തുകാരായി മാറ്റുക എന്ന വലിയൊരു ശ്രമകരമായ പ്രവർത്തനത്തിനാണ് നമ്മുടെ ഈ വേദി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നു, അല്ലേ? ഭാഷയല്ലേ ഉപയോഗിക്കുന്നത്. കവിതകൾ, കഥകൾ, ഭാഷയുടെ സൗന്ദര്യം, ആനന്ദം എന്നിവ അനുഭവിച്ചറിയുന്നതിനായി വിവിധ രചനകൾ എന്നിവ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. കവിതകൾ ചൊല്ലണം, പാട്ടുകൾ പാടണം. കുട്ടികൾ തയ്യാറാക്കിയ രചനകൾ ചേർത്തുള്ള കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും നടത്തപ്പെട്ടു. ഹെഡ് മിസ്ട്രസ് VA റഹീമ ബീവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകരായ അജിത രാജ്, ഗീതുരാജ്, സുമയ്യ അലിയാർ, നിസാമോൾ KA എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകരായ KM നൌഫൽ, അജ്മി ഇബ്രാഹിം എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായിപ്പട പഞ്ചായത്തിൽ തെങ്ങിന് മരുന്ന് തളിക്കൽ പദ്ധതിക്ക് തുടക്കമായി. പായിപ്പട പഞ്ചായത്ത് കൃഷിഭവൻ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മരുന്ന് തളിക്കൽ ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിൽ CPM കൗൺസിലർ കലാരാജുവിനെതിരെ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു.
മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂത്താട്ടുകുളം നഗരസഭയിൽ CPM കൗൺസിലർ കലാരാജുവിനെതിരെ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഫാഷിസ്റ്റ് പാർട്ടിയിലേക്കുള്ള വളർച്ചയാണ് CPMന് രണ്ടാം പിണറായി സർക്കാരിന്റെ സംഭാവനയെന്നും കലാരാജുവിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം CPM തട്ടിയെടുത്തെന്നും മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. CPM ഇന്ന് നടത്തുന്നത് രാഷ്ട്രീയ മാഫിയ പ്രവർത്തനമാണ്, അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഈ വളരെ വൈകിയൊക്കെ നമ്മുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇങ്ങനെ കറണ്ടും വെളിച്ചമൊക്കെ കണ്ട ആളുകളും ചർച്ചയൊക്കെ നിങ്ങൾ കാണില്ലേ? ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അതെല്ലാം ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയ മാഫിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ചർച്ചകളും കമ്മീഷൻ ചർച്ചകളും കാശുണ്ടാക്കുന്ന ഏർപ്പാടുമാണെന്ന് CPM ഏരിയ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള നടപടികൾക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ വലിയ ലെവലിലുള്ള വലിയ ഗ്രേഡിലുള്ള പരിപാടിയാണ് ജില്ലാ കമ്മിറ്റിയിൽ നടത്തുന്നത്. അതിന് നേതൃത്വം നൽകുന്ന ആളാണ് CN മോഹൻ. തീർച്ചയായിട്ടും നമ്മൾ പ്രതിപക്ഷത്താണ്. ഇതുപോലുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ മനസാക്ഷി ഉണർത്തി ജനകീയ പോരാട്ടത്തിന് നേതൃത്വം നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആയിരുന്നിട്ടും നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ അവിടെ പോവുകയും മൂവാറ്റുപുഴയിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ അവിടെ വന്ന് ഈ സമരത്തിനും പ്രക്ഷോഭത്തിനും ഒക്കെ നേതൃത്വം നൽകിയതാണ്. നമ്മൾ ഈ പ്രശ്നം ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കത്തില്ല. ഈ അഴിമതിക്കും അക്രമത്തിനും പിടിച്ചുപറിക്കും കൊള്ളയ്ക്കും എതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് രാഷ്ട്രീയപരമായും സംഘടനാപരമായും നിയമപരമായും ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള കലാരാജുവിൻ്റെ കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാതെ അവരോടൊപ്പം നിൽക്കുകയും ആ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് ഈ നാടിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രതിഷേധ സായാഹ്നത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KM സലീം, KM പരീദ്, PP എൽദോസ്, PS സലീം ഹാജി, PM ഏലിയാസ്, KP ജോയി, KA അബ്ദുൽ സലാം, നഗരസഭാ കൗൺസിലർമാർ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ ആർട്ട് ഗ്യാലറിയിൽ 4ാമത് എക്സിബിഷന് തുടക്കമായി. നെല്ലാട് വീട്ടൂർ സഹകരണ സംഘം പ്രസിഡന്റ് TA കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ആർട്ട് ഗ്യാലറിയിൽ 4ാമത് എക്സിബിഷൻ ആരംഭിച്ചു. റിട്ടയർഡ് അധ്യാപകനും നെല്ലാട് വീട്ടൂർ സഹകരണ സംഘം പ്രസിഡന്റുമായ കുമാരൻ TA എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ ഞാൻ വീക്ഷിക്കായിരുന്നു. എല്ലാവരും തന്നെ നല്ല മനോഹരമായിട്ട്, ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, നല്ല ചിത്രങ്ങളാണ്. കുഞ്ഞോൾ ടീച്ചറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ എങ്ങനെ ഒരു അക്കാഡമിക് തലത്തിലേക്ക് ഒരു ചിത്രകല പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതേസമയത്ത് എന്നോടിങ്ങനെ പലപ്പോഴും ചോദിക്കുന്നത് അവിടെ എന്ത് നിറമാണ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെ ഫോണിലാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ ടീച്ചർ ചെയ്തോളൂ, അവർ ധൈര്യമായിട്ട് ചെയ്തോളൂ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് എനിക്ക് ഒരു വിധത്തിലും വഴങ്ങാത്ത ഒരു മ്യൂറൽ എന്ന് പറഞ്ഞ സാധനത്തിനാണ്. എത്രമാത്രം അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, എത്രയോ സമയം അതിനുണ്ട്. പ്രത്യേകിച്ച് ഒരു ലേഡീസ് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്, പിള്ളേരുടെ സ്ഥലത്തില്ല, ഹസ്ബൻഡിൻ്റെ കാര്യം, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇടയ്ക്കാണ് അതിനാണെങ്കിലും പൊന്നു പോലെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ ചിത്രങ്ങൾ വേറെ ആൾ കൊണ്ടുപോകുന്നത് നമുക്ക് വിഷമമാണ്. കാര്യം നമുക്ക് പൈസയൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിലും ചിത്രങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിങ്ങും. പക്ഷേ നമ്മൾ കൂടുതൽ വരയ്ക്കുക, കൂടുതൽ നന്മയുള്ളവരായിട്ട് കൂടുതൽ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. നമ്മൾ എല്ലാവരും ഇത് നല്ല ഉയരങ്ങളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയപ്പെടുന്നവരായിട്ട്, നമുക്ക് ഇത് പൈസ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ചിത്രങ്ങൾ കാണാനും മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കുമ്പോഴാണ് ടീച്ചറിൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ട് മനോഹരമായിരിക്കുന്നു എന്ന് പറയും. നമ്മളൊരു പാട്ട് പാടി കഴിയുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു എന്നതിന് ചിത്രങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. തിലകരാജ് മൂവാറ്റുപുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുമംഗല ഫിലിം സൊസൈറ്റി മുൻ സെക്രട്ടറി കുര്യൻ TE മുഖ്യപ്രഭാഷണം നടത്തി. ചിത്രകാരന്മാരായ ബേബി മണ്ണത്തൂർ,
ഗോപി സംക്രമണം, ഐസക് നെല്ലാട് എന്നിവർ പ്രസംഗിച്ചു. ഫെബ്രുവരി 9 സമാപിക്കുന്ന എക്സിബിഷനിലേക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. കേരള കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ആരിക്കോട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KM മാണിയുടെ 92ാം ജന്മദിനം ആചരിച്ചു. കാരുണ്യ ദിനമായാണ് ജന്മദിനം ആചരിച്ചത്. ആരിക്കോട് സ്നേഹഭവനിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഷിജി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ എൽസ മരിയ, ഷൈൻ ജേക്കബ്, തോമസ് പിണക്കാട്ട്, ചിന്നമ്മ ഷൈൻ, ജോർജ് പടക്കാട്ടുകുടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. വാളകം കൂരിക്കുഴിയിൽ KV ഫിലിപ്പോസ് നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 2 കടമറ്റം സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ നടത്തപ്പെട്ടു. ഭാര്യ സാലി, മകൻ ഏബിൾ. വാളകം കുന്നയ്ക്കൽ പൂവത്തും തടയിൽ മറിയാമ്മ മാത്യു നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 10 മേക്കടമ്പ് സെന്റ് ജോർജ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തപ്പെടും. മക്കൾ സണ്ണി, തോമസ്, ഫിലിപ്പ്, സുനിൽ, പരാതിയായ ലൂസി. മരുമക്കൾ തോമസ്, ടെസി, ലിസി, ഷയ്യമ്മ, റൂബി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.